നിങ്ങൾ ആ രണ്ട് ഇക്വേഷനും വൃത്തിയായിട്ട് എഴുതിയെന്ന് വിശ്വസിക്കുകയാണ്. ഇനി നമ്മൾ ഓരോ സ്പെഷ്യൽ കേസിലേക്ക് പോവുകയാണ്. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എഴുതിയത് ഇനിലാസ്റ്റിക് കൊളിഷന്റെ ജനറൽ കേസാണ്. ഇ എന്നുള്ള സിമ്പൽ ആ ഇക്വേഷൻ രണ്ടിടത്ത് നിങ്ങൾ കണ്ടു കാണും. V1F V2F. ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? കോയിഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ആണ്. എന്നാൽ നോക്കൂ, കേസ് 1 കൊളിഷൻ ഇലാസ്റ്റിക് ആണെങ്കിൽ ഇയുടെ വാല്യൂ 1 ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ ആ V1F ഈ വരുന്ന സ്ഥലത്തെല്ലാം ഒന്ന് 1 കൊടുത്തു നോക്കിയേ. ഇവിടെ 1 കൊടുക്കുക, ഇവിടെ 1 കൊടുക്കുക, ഇവിടെ 1 കൊടുക്കുക, ഇവിടെ 1 കൊടുക്കുക. അപ്പൊ ഇവിടെ 1 കൊടുക്കുമ്പോൾ എന്താണ്? M1 മൈനസ് M2 ബൈ M1 പ്ലസ് M2 ഇൻറ്റു V1I പ്ലസ് ഇവിടെ 1 കൊടുക്കുമ്പോഴോ 1 പ്ലസ് 1 2 2M2 ബൈ M1 പ്ലസ് M2 ഇൻറ്റു V2I എന്ന് കിട്ടും. ഓക്കെ, ഇതാ കണ്ടില്ലേ? M1 മൈനസ് M2 ബൈ M1 പ്ലസ് M2 ഇൻറ്റു V1I പ്ലസ് 2M2 ബൈ M1 പ്ലസ് M2 ഇൻറ്റു V2I. ഇനി V2Fന്റെ ഇക്വേഷൻ നോക്കിയേ, കണ്ടില്ലേ? M2 മൈനസ് E M1 ബൈ M1 പ്ലസ് M2 ഇൻറ്റു V2I പ്ലസ് 1 പ്ലസ് E ഇൻറ്റു M1 ബൈ M1 പ്ലസ് M2 ഇൻറ്റു V1I എന്നാണ്. ഇതിനകത്ത് ഇവിടെ 1 കൊടുത്തേ, M2 മൈനസ് M1 ബൈ M1 പ്ലസ് M2 ഇൻറ്റു V2I പ്ലസ് ഇവിടെ 1 പ്ലസ് 1 2 2M1 ബൈ M1 പ്ലസ് M2 ഇൻറ്റു V1I. ഇതാ കണ്ടില്ലേ? V2F ഈക്വൽ ടു M2 മൈനസ് M1 ബൈ M1 പ്ലസ് M2 ഇൻറ്റു V2I പ്ലസ് 2M1 ബൈ M1 പ്ലസ് M2 ഇൻറ്റു V1I. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ കേസ്. പെർഫെക്റ്റ്ലി ഇനിലാസ്റ്റിക് കൊളിഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊളിഷൻ ആണെങ്കിൽ എന്ത് കിട്ടും? ഇയുടെ 0 കൊടുത്താൽ ഇയുടെ വാല്യൂ 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? അത് നിങ്ങളുടെ പിന്നെ ഇക്വേഷനിലൊന്ന് നോക്കി. ഇവിടെ 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? ഈ ടേം അങ്ങ് 0 ആയി പോകും. ശരിയല്ലേ? M1 ബൈ M1 പ്ലസ് M2 ഇൻറ്റു V1I. ഇവിടെ 0 കൊടുക്കുമ്പോഴോ M2 ബൈ M1 പ്ലസ് M2 ഇൻറ്റു V2I. അപ്പൊ നോക്കിയേ, അപ്പോ M1 ബൈ എന്താ കിട്ടുന്നത്? M1 ബൈ M1 പ്ലസ് M2 ഇൻറ്റു V1I പ്ലസ് ഇവിടെ 0 കൊടുക്കുകയാണ്. അപ്പൊ M2 ബൈ M1 പ്ലസ് M2 ഇൻറ്റു V2I. ഇവിടെ കണ്ടില്ലേ? M1 പ്ലസ് M2 കോമൺ ആണ്. അപ്പൊ നമുക്ക് ഇതിനെ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റർ രണ്ടും കൂട്ടിക്കൂടെ. അപ്പൊ എന്ത് കിട്ടും? M1 V1I പ്ലസ് M2 V2I ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 എന്ന് കിട്ടും. അപ്പൊ പെർഫെക്റ്റ്ലി ഇനിലാസ്റ്റിക് കൊളിഷൻ ആണെങ്കിൽ V1Fന്റെ വാല്യൂ ആണ് ദാ ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതല്ലേ നമുക്ക് ദാ ഇവിടെ കിട്ടിയത്? M1 V1I പ്ലസ് M2 V2I ബൈ M1 പ്ലസ് M2. ഓക്കെ, അതുപോലെ V2F നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. അതേ വാല്യൂ തന്നെ വരും. എന്താ കാര്യം? ഇവിടെ ഈ 0 കൊടുക്കുമ്പോൾ ഇത്രയും ടൈം 0 ആയിപ്പോയി. അപ്പൊ M2 V2I ബൈ M1 പ്ലസ് M2. ഇവിടെ 0 കൊടുക്കുമ്പോഴോ M1 ഇത് 1 ഇൻറ്റു M1 ബൈ M1 പ്ലസ് M2 ഇൻറ്റു V1I. അപ്പൊ ഫലത്തിൽ കിട്ടി എന്താ? M2 V2I ബൈ M1 പ്ലസ് M2 പ്ലസ് M1 V1I ബൈ M1 പ്ലസ് M2. അത് രണ്ടും അല്ലേതാ ഇവിടെയും കിട്ടിയത്? ആദ്യം ഇവിടെ M1 V1I ബൈ M1 പ്ലസ് M2 കിടക്കുന്നേ ഉള്ളൂ. ഇവിടെ കണ്ടോ, അത് രണ്ടാമതാണ് കിടക്കുന്നത്. M1 V1I ബൈ M1 പ്ലസ്. ഇത് മനസ്സിലായല്ലോ? ഇത് 0 കൊടുക്കുമ്പോൾ ഇവിടെ M2 V2I ബൈ M1 പ്ലസ് M2 പ്ലസ് ഇത് 0 കൊടുക്കുമ്പോൾ 1 ഇൻറ്റു M1 V1I ബൈ M1 പ്ലസ് M2 ഇൻറ്റു V1I. മനസ്സിലായോ? രണ്ടും ഒന്നല്ലേ കുട്ടികളെ? ഇതും അതും. ഓക്കെ, തിരിച്ചെഴുതിയേ ഉള്ളൂ. കണ്ടില്ലേ? M1 V1I പ്ലസ് M2 V2I ബൈ M1 പ്ലസ് M2. കണ്ടില്ലേ? ഇത് രണ്ടും സെയിം ആണ്. അതിനർത്ഥം എന്താ? രണ്ട് ബോഡികളുടെ വെലോസിറ്റിയും സെയിം ആണ് എന്ന് വെച്ചാൽ അവ രണ്ടും കൂടി ചേർന്ന് പോകുന്നു. പെർഫെക്റ്റ്ലി ഇനിലാസ്റ്റിക് കൊളിഷന്റെ പ്രത്യേകത എന്താണ്? കൊളിഷന് ശേഷം രണ്ട് ബോഡികളും സ്റ്റിക്ക് ചെയ്ത് പോകുന്നല്ലേ? അത് നമ്മൾ ഇതാ പ്രൂവ് ചെയ്തു. ദ ക്വാളിറ്റി ഓഫ് V1F and V2F indicates that the bodies stick together after the perfectly inelastic collision. Clear ആയോ? ഓക്കെ, അപ്പൊ ഇനി കേസ് 3 നോക്കാം. When the colliding bodies are of equal masses. അപ്പൊ നോക്കിക്കേ, ഇവിടെ കണ്ടോ V1Fന്റെ ജനറൽ ഫോർമുല ഒന്നുകൂടി എഴുതിയിരിക്കുകയാണ്. M1 മൈനസ് E M1 ബൈ M1 പ്ലസ് M2 ഇൻറ്റു V1I പ്ലസ് 1 പ്ലസ് ഇ ഇൻറ്റു M1 ബൈ M1 പ്ലസ് M1 പ്ലസ് എന്താണ് M2 ഇൻറ്റു പിന്നെ V2I. ഓക്കെ, അപ്പോൾ ഇനി ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞാൽ സോറി, ഇത് പിന്നെ ഇവിടെ M1 ആണ് കേട്ടോ. ഞാൻ ജനറൽ ഫോർമുല അല്ല എഴുതിയത്. ജനറൽ ഫോർമുല വേറെ ഉണ്ട്. അതിൽ M1ന് പകരം പിന്നെ M1 M2 തുല്യമായതുകൊണ്ട് കണ്ടോ, M2ന് പകരം M1 എഴുതിയ ഫോർമുലയാണ്. ജനറൽ അല്ല ഇത്. ജനറൽ നമ്മുടെ മറ്റേ ഫോർമുല
ഇതാണ് നമ്മുടെ ജനറൽ ഫോർമുല. ഇതില് രണ്ട് ജനറൽ ഫോർമുലയിൽ M1 ഈക്വൽ ടു M2 ആണ്. അതായത് കൊളൈഡിംഗ് ബോഡികൾ രണ്ടും തുല്യ മാസുകളാണെങ്കിൽ, ഈക്വൽ മാസുകളാണെങ്കിൽ M2 വരെ ആര് കൊടുക്കാം? M1 കൊടുക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ M2 വരെ M1 കൊടുക്കുന്നു, ഇവിടെ M2 വരെ M1 കൊടുക്കുന്നു, ഇവിടെ M2 വരെ M1 കൊടുക്കുന്നു, ഇവിടെ M2 വരെ M1 കൊടുക്കുന്നു. അങ്ങനെ കിട്ടുമ്പോൾ എന്താണ് കിട്ടുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതുപോലെ V2F കണ്ടോ, ഇവിടെ M2 വരെ M1 കൊടുക്കാം, ഇവിടെ M2 വരെ M1 കൊടുക്കാം, ഇവിടെ അങ്ങനെ കൊടുക്കാം. ഓക്കെ, അങ്ങനെ കിട്ടുമ്പോൾ എന്ത് കിട്ടും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ നിങ്ങൾ എഴുതി ഒന്ന് നോക്കിയേ. അതിനകത്ത് M2 വരെ M1 കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ M2 വരെ M1 കൊടുക്കണം. അപ്പൊ താഴെ എന്ത് കിട്ടും? 2M1 കിട്ടും. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇവിടെ M1 മൈനസ് ഈ M1 അല്ലേ. അപ്പൊ അതിനകത്ത് നമുക്ക് M1 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ M1 ഇൻറ്റു ഇവിടെ M1 കോമൺ ആയിട്ട് എടുത്താൽ M1 ഇൻറ്റു 1 മൈനസ് ഇ, ശരിയല്ലേ, ഡിവൈഡഡ് ബൈ M1 പ്ലസ് M1 എത്ര? 2M1. ഓക്കെ, ഇൻറ്റു V1I പ്ലസ് ഇവിടെ 1 പ്ലസ് ഇ ഇൻറ്റു M1 ഉണ്ട് ഓൾറെഡി, 1 പ്ലസ് ഇ ഇൻറ്റു M1 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M1 ഇല്ലേ, രണ്ട് ബോഡികളും തുല്യ മാസാണെന്ന് വിചാരിച്ചുകൊണ്ട് M1 പ്ലസ് M1 2M1 ഇൻറ്റു V2I. ഇതിൽ കണ്ടോ M1 ക്യാൻസൽ ചെയ്യാം, ഇവിടെ M1 ക്യാൻസൽ ചെയ്യാം. ബാക്കി ആരുണ്ട്? 1 മൈനസ് ഇ ബൈ 2 ഇൻറ്റു V1I പ്ലസ് 1 പ്ലസ് ഇ ബൈ 2 ഇൻറ്റു V2I. ക്ലിയർ ആയോ? അപ്പോൾ കൊളൈഡിംഗ് ബോഡികൾ ഈക്വൽ മാസ് ആണെങ്കിൽ ഇനിലാസ്റ്റിക് കൊളിഷന്റെ കേസിലുള്ള ഫൈനൽ വെലോസിറ്റിയാണ് ഇത്. ഈ എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ. ഇനി V2Fന്റെ കേസിൽ നോക്കിയേ ഫോർമുല. ഇതാണ് നമ്മുടെ ഫോർമുല. അതില് നമ്മൾ M1 പകരം M2 കൊടുക്കുകയാണ്. ഇവിടെ M2 കൊടുക്കുന്നു, ഇവിടെ M2 കൊടുക്കുന്നു, ഇവിടെ M2 കൊടുക്കുന്നു, ഇവിടെ M2 കൊടുക്കുന്നു. ഓക്കെ, ഇതാ കണ്ടില്ലേ, M1 പകരം M2. അപ്പൊ M2 മൈനസ് ഈ M2 ഡിവൈഡഡ് ബൈ M2 പ്ലസ് M2, അതുപോലെ 1 പ്ലസ് ഇ ഇൻറ്റു M2 ബൈ M2 പ്ലസ് M2 ഇൻറ്റു V1I. ഓക്കെ, അപ്പൊ ഇത് മറ്റേതുപോലെ തന്നെ M2 കോമൺ ആയിട്ട് എടുത്ത് ഇവിടെ 2M2 ആവും. ആ M2 ഈ M2 ക്യാൻസൽ ചെയ്ത് ഇങ്ങനെ വരും, 1 മൈനസ് ഇ ബൈ 2 ഇൻറ്റു V2I പ്ലസ് 1 പ്ലസ് ഇ ബൈ 2 ഇൻറ്റു V1I. അത് നിങ്ങൾ ചെയ്തു നോക്കിയാൽ മതി. ഓക്കെ, ചെയ്തു നോക്കുമ്പോൾ കിട്ടും. അപ്പോൾ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുന്നു, 1 പ്ലസ് ഇ ബൈ 2 ഇൻറ്റു V1I പ്ലസ് 1 മൈനസ് ഇ ബൈ 2 ഇൻറ്റു V2I. കണ്ടോ, ഇവിടത്തെ മൈനസ് ഇവിടെ V1Iയുടെ ഭാഗത്ത് കണ്ടോ, അത് പ്ലസ് ആയി. ഇവിടെ പ്ലസ് എന്ന V2Iയുടെ കൂടെ പ്ലസ് ആയിരുന്നു, 1 പ്ലസ് ഇ ആയിരുന്നു, അത് 1 മൈനസ് ഇ ആയി. അപ്പോൾ കൊളൈഡിംഗ് ബോഡികൾ ഈക്വൽ മാസ് ആണെങ്കിൽ V1Fന്റെ വാല്യൂ ഇതാണ്, V2Fന്റെ വാല്യൂ ഇതാണ്. എന്തിന്റെ കേസിലാണ് ഈ പറയുന്നത്? ഇനിലാസ്റ്റിക് കൊളിഷന്റെ കേസിലാണ് പറയുന്നത്. ഓക്കെ, ഇനിലാസ്റ്റിക് കൊളിഷന്റെ കേസിലാണ് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അടുത്ത 4ാമത്തെ കേസാണ്. ഇതിൽ സബ് കേസുകളുണ്ട്. ടാർജറ്റ് ബോഡി റെസ്റ്റിലാണ്, അതായത് V2I 0 ആണ്. നമ്മൾ ഇലാസ്റ്റിക് കൊളിഷന്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. അപ്പോ നമ്മുടെ ഇക്വേഷൻ നിങ്ങൾ നോക്കി, V2I 0 ആണ്. അപ്പോ നമ്മുടെ ജനറൽ ഇക്വേഷനിലെ രണ്ടാമത്തെ ടേം കാണൂ? ഇല്ല. നിങ്ങൾ ആ ചെയ്തെടുത്ത് നോക്കിയാൽ മതി. ഒന്നുകൂടെ പറയണമെങ്കിൽ കണ്ടോ, V2I 0 ആണ്. അതായത് ടാർജറ്റ് ബോഡി റെസ്റ്റിലാണെങ്കിൽ ഇത് 0 ആണ്, ഈ ടേം ഇല്ല. ഇവിടെ കണ്ടോ, ഇത് 0 ആണ്, ഈ ടേം ഇല്ല. V2Fല് V2I വരുന്ന ടേമാണ് ഇല്ലാത്ത. കണ്ടോ, ഇത് 0 ആണ്, ഇതാണ് ഉള്ളത്. തെറ്റരുത്, ഇതാണ് 0 ആകുന്നത്, ഇതാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ നോക്കിയോ, നമുക്ക് കിട്ടിയത് ഇതാണ് V1. ഇതുവരെയുള്ള ഇക്വേഷനുകളെല്ലാം നമ്പർ കൊടുത്തോളണേ. ഓരോ 1 2 3 4 നമ്മൾ കൊടുത്തിട്ട് ഇത് 5 6 ആണ്. ഓക്കെ, 3 4 എന്ന് പറയുന്നതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻസ്. അപ്പൊ V1F ഈക്വൽ ടു M1 മൈനസ് ഇ M2 ബൈ M1 പ്ലസ് M2 ഇൻറ്റു V1I, അത് ഇക്വേഷൻ നമ്പർ 5. V2F ഈക്വൽ ടു 1 പ്ലസ് ഇ ഇൻറ്റു M1 ബൈ M1 പ്ലസ് M2 ഇൻറ്റു V1I, ഇക്വേഷൻ നമ്പർ 6. ഇതില് സബ് കേസുകൾ വരികയാണ്. ടാർജറ്റ് ബോഡി റെസ്റ്റിലാകുന്നതാണ് നമ്മുടെ മെയിൻ കേസ്, കേസ് 4. അതിലെ സബ് കേസ് ആണ്. അപ്പൊ റെസ്റ്റിലെ ടാർജറ്റ് ബോഡി രണ്ട് ബോഡികൾക്കും ഈക്വൽ മാസ് ആണെങ്കിൽ എന്ത് പറ്റും? രണ്ട് ബോഡികൾക്ക് ഈക്വൽ മാസ് ആണെങ്കിൽ എന്ത് പറ്റും? M1 മൈനസ് ഇ M1 ഡിവൈഡഡ് ബൈ 2M1. ആ M1 M1 ക്യാൻസൽ ചെയ്തു എന്ന് വെച്ചാൽ ഈ ഇക്വേഷനിൽ എടുത്ത് നോക്കിയാലും മതി. ഇതാണ് നമ്മുടെ എന്താണ് ജനറൽ നമ്മുടെ കൊളൈഡിംഗ് ബോഡികൾ ഈക്വൽ മാസ് ഉള്ളത്. അതിൽ ടാർജറ്റ് ബോഡി റെസ്റ്റിലാണെങ്കിലോ ഈ ടേം 0 ആയി. ബാക്കി ആരേ ഉള്ളൂ? V1F ഈക്വൽ ടു 1 മൈനസ് ഇ ബൈ 2 ഇൻറ്റു V1I. ശരിയല്ലേ? ഇനി V2F നോക്കിയോ.
നമ്മുടെ ടാർജറ്റ് ബോഡി റെസ്റ്റിലാണ്. അപ്പോൾ ഈ ടേം കാണില്ല, V2 0. അപ്പൊ 1 + E/2 × V1 ആയി. കണ്ടില്ലേ? അതാകുമ്പോൾ വളരെ പെട്ടെന്ന് കിട്ടും. അതായത് ഇതില് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ M1 കോമൺ ആയിട്ട് എടുത്തിട്ട് ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ ഇത് കിട്ടും. ഇവിടെ രണ്ട് ബോഡികളും തുല്യ മാസല്ലേ, അപ്പൊ M2 കോമൺ ആയിട്ട് എടുത്ത് ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ ഇത് കിട്ടിക്കോളൂ. കുഴപ്പമില്ല. ഞാൻ വളരെ പെട്ടെന്ന് പറയാൻ വേണ്ടിയാണ് ഇതിലോട്ട് വന്നത്. അപ്പോൾ സബ് കേസ് എ നോക്കി. നമ്മുടെ മെയിൻ കേസ് ഏതായിരുന്നു? V2 ടാർജറ്റ് ബോഡി റെസ്റ്റിലാകുന്നു എന്നതാണ് മെയിൻ കേസ്. അതിലെ സബ് കേസ് ആയിരുന്നു എന്ത്? ഫസ്റ്റ് സബ് കേസ് ആണ് M1 = M2. രണ്ട് കൊളൈഡിംഗ് ബോഡികളുടെ മാസം തുല്യമാണ്. ഇനി രണ്ടാമത്തെ കേസ് നോക്കിയേ. ടാർജറ്റ് ബോഡിയുടെ മാസ് എന്ന് പറയുന്നത് ഇൻസിഡന്റ് ബോഡി പ്രൊജക്ടൈൽ ബോഡിയുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ 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 കുറവാണെങ്കിൽ, M2 എന്നത് M1 വളരെ 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 കുറവാണെങ്കിൽ, നമുക്ക് ഇക്വേഷൻ 5 നിന്ന് 6 നിന്ന് എന്തെഴുതാം? M2 എന്നുള്ളത് M1 വളരെ വളരെ കുറവാണ്. ഈ E എന്നുള്ളത് 1 താഴെയുള്ള ഒരു വാല്യൂമാണ്. അപ്പോൾ നമുക്ക് ഇതിനെ അങ്ങ് നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞൂടെ? അപ്പോൾ V1F = ഇതിനെ നെഗ്ലക്ട് ചെയ്ത് കളയുന്നു. M1 വളരെ ചെറുതാണ്. M1 അല്ല, M2 ആണ് വളരെ ചെറുത്. M2 ആണ് ചെറുത്. അപ്പൊ നിങ്ങൾ ഈ ഇക്വേഷൻ ഒന്ന് ശ്രദ്ധിച്ചോ. M1 നമ്മുടെ ഈ ഇത് മനസ്സിലായല്ലോ, നമ്മുടെ കണ്ടീഷൻ സബ് കേസ് മനസ്സിലായല്ലോ. ടാർജറ്റ് ബോഡിയുടെ മാസ് വളരെ 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 കുറവാണ്. ബേസ് കേസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ടാർജറ്റ് ബോഡി റെസ്റ്റിലാണ്. അതിന്റെ മാസ് വളരെ വളരെ കുറവുമാണെങ്കിൽ ഇതിനെ നമുക്ക് അങ്ങ് നെഗ്ലക്ട് ചെയ്ത് കളയാം. അതുപോലെ ടാർജറ്റ് ബോഡി M2 ആണ്, അതിന്റെ മാസ് നെഗ്ലക്ട് ചെയ്ത് കളയാം. അപ്പൊ ഫലത്തിൽ ആരേ ഉള്ളൂ? M1/M1 ഉള്ളൂ. അത് 1 ആയി പോകുമ്പോ V1F = V1 ആയി എന്ന് കിട്ടിയില്ലേ? കിട്ടി. അതുപോലെ M2 നമുക്ക് നെഗ്ലക്ട് ചെയ്ത് കളയാം. അപ്പൊ ഇയാൾ മാത്രമേ ഉള്ളൂ M1. അപ്പൊ ഈ M1 ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ V2F എന്ത് കിട്ടി? 1 + E × V1 ആയി എന്ന് കിട്ടി. അതാണിത്. ഓക്കെ, അതാണ് നമ്മുടെ ഒരു റിസൾട്ട്. ഇനി മൂന്നാമത്തെ സബ് കേസ് നോക്കിയോ. ഇൻസിഡന്റ് ബോഡിയുടെ മാസ് നെഗ്ലിജിബിൾ ആണ് ടാർജറ്റ് ബോഡിയെ കമ്പയർ ചെയ്യുമ്പോൾ. നേരത്തെ ആരുടെ മാസമായിരുന്നു കുറവ്? ടാർജറ്റ് ബോഡിയുടെ മാസമായിരുന്നു കുറവ്, M2. അത് വളരെ വളരെ കുറവാണ് വരുന്നയാളിനെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ നമ്മൾ നേരെ തിരിക്കുന്നു. M1 എന്നത് M2 വളരെ വളരെ കുറവാണ്. അപ്പോതോ 5 നിന്ന് 6 നിന്ന് എന്ത് കിട്ടി? M1 ആണ് ഇവിടെ കുറവ്. അപ്പൊ ഇയാളെ നമുക്ക് നെഗ്ലക്ട് ചെയ്ത് കളയാം. അപ്പൊ ആരേ ഉള്ളൂ? M2 ക്യാൻസൽ ചെയ്ത് -E × V1 ആയി എന്ന് കിട്ടി. കണ്ടോ? ഇങ്ങനെ റിവേഴ്സ് ചെയ്യപ്പെട്ടു. ഇനി V2F എന്ത് കിട്ടും? M1 നെഗ്ലക്ട് ചെയ്ത് കളയുന്നത്. അപ്പൊ ഇവിടെ പോയി 1 + E/M2 × V1 ആയി എന്ന് കിട്ടി. ശരിയല്ലേ? ഇവിടെ എങ്ങനെയാണ് അത് നമ്മൾ കുറച്ചുകൂടി ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. M1 ആണ് കുറവ്. ഓക്കെ, അപ്പൊ ഇയാളെ ഇവിടെ നമുക്ക് അങ്ങ് നെഗ്ലക്ട് ചെയ്ത് കളയാം. ഇനി നോക്കിക്കേ, M2 M1 വളരെ 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 കൂടുതലാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ റേഷ്യോ എടുക്കുമ്പോൾ പ്രാക്ടിക്കലി അത് 0 ആയി പോകും. കണ്ടോ? ഈ M2 എന്നത് M1 വളരെ വളരെ കൂടുതലായതുകൊണ്ട് ഇപ്പൊ നോക്കി 0.1/100 100നെ കമ്പയർ ചെയ്യുമ്പോൾ 0.1 വളരെ വളരെ കുറവാണ്. ശരിയല്ലേ? 100 വളരെ വളരെ കൂടുതലാണ്. അപ്പൊ ഇതിന്റെ റേഷ്യോ നിങ്ങളൊന്ന് എടുത്തു നോക്കിയേ. 0.0001 എന്നൊക്കെ ആയിരിക്കും കിട്ടുക. അത് പ്രാക്ടിക്കലി അത് 0 തന്നെയാണ്. മനസ്സിലായില്ലേ? അങ്ങനെ V2F എന്തായി? പ്രാക്ടിക്കലി 0 ആയി മാറി. ഇതൊക്കെ ഓരോ കേസുകളാണ്. ഇപ്പൊ ക്ലിയർ ആയല്ലോ പറഞ്ഞത്. നമ്മൾ കേസ് 4ന്റെ സബ് കേസുകളാണ് പറഞ്ഞത്. 3 സബ് കേസുകളാണ്. ഇലാസ്റ്റിക് കൊളിഷനെ സംബന്ധിച്ചിടത്തോളം നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പൊ ഇത്രയും കൃത്യമായി പഠിച്ചിട്ട് നിങ്ങളുടെ നോട്ടിൽ എഴുതുക. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഇപ്പൊ നോക്കൂ, ഇൻഇലാസ്റ്റിക് കൊളിഷനെ സംബന്ധിച്ചിടത്തോളം മൊമെന്റം കൺസർവ്ഡ് ആണ്, പക്ഷേ കൈനറ്റിക് എനർജി എന്ത് ചെയ്യുന്നു? കൺസർവ് ചെയ്യപ്പെടുന്നില്ല. എന്ന് വെച്ചാൽ കൊളിഷന് മുമ്പുള്ള കൈനറ്റിക് എനർജിയേക്കാൾ കുറച്ച് കുറവാണ് കൊളിഷന് ശേഷമുള്ള കൈനറ്റിക് എനർജി. അപ്പൊ കൈനറ്റിക് എനർജിക്ക് എന്ത് സംഭവിച്ചു? ലോസ് സംഭവിച്ചു. ആ ലോസിന്റെ ഇക്വേഷനാണ് ഇത്. നിങ്ങൾ പറ്റുമെങ്കിൽ ഇതൊന്ന് കാണാതെ പഠിക്കണം. ഇത് ഡിറൈവ് ചെയ്ത് വരുന്നതുകൊണ്ട് ഞാൻ കുറച്ച് TDS ആണ്. അപ്പൊ അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്തിട്ട് ആ ഫോർമുല മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ ഇതൊന്ന് കാണാതെ പഠിക്കണം കേട്ടോ. എന്തായാലും പഠിച്ചേ പറ്റുള്ളൂ. ഡെറിവേഷൻ ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്. ΔK = 1 - E² ×
m1 m2 divided by 2 into m1 plus m2 into v1i minus v2i the whole square. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത് ജസ്റ്റ് നിങ്ങൾ ഒന്ന് കാണാതെ പഠിക്കുക. 1 മൈനസ് ഇ സ്ക്വയർ ഈ കോഎഫിഷ്യന്റ് റെസ്റ്റിറ്റ്യൂഷൻ ഇൻറ്റു m1 m2 by 2 into m1 plus m2 into v1i minus v2i the whole square. ഓക്കെ, ഇനി നമുക്ക് ഇതിലെ ഓരോ കേസുകൾ നോക്കാം. ഒരു പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷൻ ആണെങ്കിൽ എന്താ സംഭവിക്കുക? കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എത്രയായിരിക്കും? 1 ആയിരിക്കും. ഇനിലാസ്റ്റിക് കൊളിഷൻ ആണെങ്കിലോ, പെർഫെക്റ്റ്ലി ഇനിലാസ്റ്റിക് കൊളിഷൻ ആണെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ നമുക്ക് നോക്കാൻ പോവുകയാണ് നമ്മൾ. ഒന്ന് നോക്കിയേ, നിങ്ങൾ പിന്നെ ഫോർമുല ഒന്ന് എഴുതിയെടുക്കണം. എഴുതിയെടുത്തു ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ ഇലാസ്റ്റിക് കൊളിഷൻ ആണെങ്കിൽ ഇ ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പൊ നോക്കിയേ, 1 മൈനസ് 1 എന്നാണ് അവിടെ വരിക. ഈ 1 മൈനസ് ഇ സ്ക്വയർ അല്ലേ വരിക. അപ്പൊ 1 മൈനസ് 1 എത്ര വരും? ഈ 1 ആകുമ്പോൾ 1 സ്ക്വയർ 1 ആണ്. ഇപ്പൊ ഡെൽറ്റ കെ ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ ഇലാസ്റ്റിക് കൊളിഷനിൽ ലോസ് ഓഫ് കൈനറ്റിക് എനർജി ഇല്ല. എന്ന് വെച്ചാൽ ഇലാസ്റ്റിക് കൊളിഷനിൽ ലോസ് ഓഫ് കൈനറ്റിക് എനർജി ഉണ്ടാവില്ല. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷൻ ആണെങ്കിൽ കാര്യം എന്താണ്? കൈനറ്റിക് എനർജി കൺസർവ്ഡ് ആണല്ലോ. ഓക്കെ, രണ്ടാമത്തെ കേസ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഇവിടെ ഓൾറെഡി എന്തുണ്ട്? ഒരു 1 മൈനസ് ഇ സ്ക്വയർ ഉണ്ട്, ശരിയല്ലേ? ആ ഈ 0 ആണ് എവിടെ? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷനിൽ. അപ്പോ 1 മൈനസ് 0 1 ആണ്. സോ അതിന്റെ ആവശ്യമില്ല. m1 m2 by 2 into m1 plus m2 into v1i minus v2i the whole square. ഒരു പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷന്റെ കേസിലെ ലോസ് ഓഫ് കൈനറ്റിക് എനർജിയുടെ ഫോർമുലയാണിത്. ഓക്കെ, ഇനി ടാർജറ്റ് ബോഡി റെസ്റ്റിലാണെങ്കിലോ, കൊളിഷന് മുമ്പ്, അപ്പോൾ ഈ v2i എന്നുള്ള ടേം ഇവിടെ ആവശ്യമില്ല. m1 m2 by 2 into m1 plus m2 into v1i സ്ക്വയർ. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതാണ് നമ്മുടെ ജനറൽ ഫോർമുലയിൽ നിന്നാണ് നമ്മൾ ഇതിലോട്ട് വന്നിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷന്റെ കേസിൽ ഡെൽറ്റ കെ ഈക്വൽ ടു 0 ആണ്. ഇൻഇലാസ്റ്റിക് കൊളിഷന്റെ കേസിൽ ലോസ് ഓഫ് കൈനറ്റിക് എനർജിയുടെ ഫോർമുലയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇ ഈക്വൽ ടു 0 വെച്ചിട്ടാണ്. കോഎഫിഷ്യന്റ് റെസ്റ്റിറ്റ്യൂഷൻ 0 ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷനെ സംബന്ധിച്ചിടത്തോളം ലോസ് ഓഫ് കൈനറ്റിക് എനർജി നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിറൈവ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണല്ലോ നമ്മളിപ്പോ പറഞ്ഞത്. നമ്മുടെ ജനറൽ ഫോർമുലയിൽ നിന്ന് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷന്റെ എന്താണ് ലോസ് ഓഫ് കൈനറ്റിക് എനർജിയുടെ ഫോർമുല നമ്മൾ ഇവിടെ ഡിറൈവ് ചെയ്തു. എന്താണ്? ഹാഫ് m1 m2 by m1 plus m2 into v1i minus v2i the whole square. ഓക്കെ, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിറൈവ് ചെയ്യാം. ഡിറൈവ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള നിങ്ങളുടെ മെറ്റീരിയൽ ഉണ്ടല്ലോ, സ്റ്റഡി മെറ്റീരിയൽ, നിങ്ങളുടെ നോട്ട്, ക്വസ്റ്റ്യൻ ആൻസർ രീതിയിലുള്ള നിങ്ങളുടെ നോട്ടിൽ ഈ ഡെറിവേഷൻ കൊടുത്തിട്ടുണ്ട്. അത് പക്ഷേ വേറെ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് ഇനിഷ്യൽ ഇത് പിന്നെ v1i v2i എന്നുള്ള രീതിയിലാണ്. പക്ഷെ നിങ്ങളുടെ നോട്ടിൽ കൊടുത്തിരിക്കുന്നത് ഇതിനെ u1 ഉം u2 ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇനിഷ്യൽ വെലോസിറ്റി ഒന്നിന്റെ ഇനിഷ്യൽ വെലോസിറ്റി u1, അടുത്തതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി u2. നമ്മളിത് v2i v1i എന്ന് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, രണ്ടും സെയിം തന്നെയാണ്. നിങ്ങൾ ആ ഒരു രീതിയിൽ ട്രാക്കിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് വളരെ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ക്ലിക്ക് ആയിക്കോളും. അപ്പൊ നോക്കണം, ലോസ് ഓഫ് കൈനറ്റിക് എനർജി ഇൻ എ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ. അപ്പൊ നോക്കണം, ഫസ്റ്റ് കേസ് വെൻ ബോത്ത് ദ ബോഡീസ് ആർ ഇൻ മോഷൻ ബിഫോർ കൊളിഷൻ. അതായത് രണ്ട് ബോഡികളും മോഷനിലായിരുന്നു എന്ന് വെച്ചാൽ ഫസ്റ്റ് ബോഡി v1i എന്നുള്ള വെലോസിറ്റിയിൽ പോകുന്നു, സെക്കൻഡ് ബോഡി v2i എന്നുള്ള വെലോസിറ്റിയിൽ പോകുന്നു. ഇങ്ങനെ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാർജറ്റ് ബോഡി റെസ്റ്റിലാണെന്നാണ്. ഇവിടെ നോക്ക്, പ്രൊജക്ടൈലും ടാർജറ്റും മോഷനിലാണ്. അപ്പൊ പ്രൊജക്ടൈലിന്റെ വേഗത കൂടിയത് കൊണ്ട് അത് കൊളൈഡ് ചെയ്യുന്നു ടാർജറ്റുമായിട്ട്. അങ്ങനെയാണ്. അപ്പൊ നോക്കണം, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ ആണ്. അതിന്റെ പ്രത്യേകത എന്താ? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളിഷന് ശേഷം രണ്ട് ബോഡികളും സ്റ്റിക്ക് ചെയ്യും. മനസ്സിലായില്ലേ? ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ട് പിന്നെ രണ്ടിനും ഒറ്റ വേഗതയായിരിക്കും. ആ ഒറ്റ വേഗതയിലാണ് പിന്നെ കൊളിഷന് ശേഷം അവർ മൂവ് ചെയ്യുക. എന്ന് വെച്ചാൽ ദേ അറ്റൈൻ എ കോമൺ വെലോസിറ്റി ആഫ്റ്റർ കൊളിഷൻ ഇഫ് ദ കൊളിഷൻ ഈസ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്. ഓക്കെ, സോ ഫസ്റ്റ് കേസ് വെൻ ബോത്ത് ദ ബോഡീസ് ആർ ഇൻ മോഷൻ ബിഫോർ കൊളിഷൻ. കൊളിഷൻ ശേഷം എന്താണ്? രണ്ട് ബോഡികൾക്കും ഒരേ വെലോസിറ്റിയാണ്, കോമൺ വെലോസിറ്റിയാണ്. അപ്പൊ v1f v2f എന്ന് പറയണ്ടല്ലോ, vf. ഇഫ് vf is the common velocity of the two bodies after the collision, then using conservation of momentum we get ദാ ഇങ്ങനെ. കാര്യം ഇനിലാസ്റ്റിക് കൊളിഷനിൽ മൊമെന്റം കൺസർവ് ചെയ്യപ്പെട്ടിരിക്കും, കൈനറ്റിക് എനർജി ലോസ് ആണെങ്കിലും. അപ്പൊ നമുക്ക് കൺസർവേഷൻ ഓഫ് മൊമെന്റം ഉപയോഗിക്കാം. എങ്ങനെയാണ്? കൊളിഷന് മുമ്പ് m1 പിന്നെ നമ്മുടെ ഫസ്റ്റ് ബോഡിയുടെ വെലോസിറ്റി എത്ര, പിന്നെ മൊമെന്റം എത്രയായിരുന്നു? m1 into v1i.
സെക്കൻഡ് ബോഡിയുടെ m2 ഇൻറ്റു v2y രണ്ടുപേരും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കൊളിഷന് മുമ്പ്. സോ ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളിഷൻ m1 v1i പ്ലസ് m2 v2y മാഗ്നിറ്റ്യൂഡ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു കൊളിഷന് ശേഷം ഈ രണ്ട് ബോഡികളും ചേർന്ന് ഒറ്റ സിസ്റ്റമായി പോകുന്നു. അതിന്റെ മാസ് എത്രയാണ്? m1 പ്ലസ് m2. കണ്ടോ, ഈ ഒറ്റ സിസ്റ്റത്തിന്റെ മാസ് m1 പ്ലസ് m2 ആണ്. മാസ് സ്കെയിലർ ആണ്, ആഡ് ചെയ്യാം. ഇൻറ്റു ഇവരുടെ കോമൺ വെലോസിറ്റി എത്രയാണ്? vf. രണ്ടും തുല്യമല്ലേ കൺസർവേഷൻ ഓഫ് മൊമെന്റം പ്രകാരം? ഓക്കെ. അപ്പൊ ഇതിന്ന് വി എഫ് എങ്ങനെ കണ്ടുപിടിക്കാം? വി എഫ് ഈക്വൽ ടു ഈ m1 പ്ലസ് m2 ഇങ്ങനെ താഴെ കൊണ്ടുവരുന്നു. സോ m1 v1i പ്ലസ് m2 v2i ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. അപ്പൊ ലോസ് ഓഫ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? കൈനറ്റിക് എനർജി കുറഞ്ഞു. അപ്പൊ ആദ്യമുള്ള കൈനറ്റിക് എനർജി എത്രയാണ്? ഹാഫ് m1 v1 സ്ക്വയർ പ്ലസ് ഹാഫ് m2 v2 സ്ക്വയർ. ഈ രണ്ട് മാസുകളും ചേരുന്ന സിസ്റ്റത്തിന്റെ കൊളിഷന് മുമ്പുള്ള ഈ സിസ്റ്റത്തിന്റെ കൈനറ്റിക് എനർജി എത്രയായിരുന്നു? ഫസ്റ്റ് ബോഡിയുടെ കൈനറ്റിക് എനർജി പ്ലസ് സെക്കൻഡ് ബോഡിയുടെ കൈനറ്റിക് എനർജി ഹാഫ് m1 v1 സ്ക്വയർ പ്ലസ് ഹാഫ് m2 v2 സ്ക്വയർ. കൊളിഷന് ശേഷം ഇവർ രണ്ടുപേരും ചേർന്ന് ഒറ്റ ബോഡിയായി സ്റ്റിക്ക് ചെയ്തു പോവുകയാണ്. അതിന്റെ മാസ് m1 പ്ലസ് m2 ആണ്, അതിന്റെ വെലോസിറ്റി vf ആണ്. എങ്കിൽ അപ്പോഴുള്ള കൈനറ്റിക് എനർജി ഹാഫ് m1 പ്ലസ് m2 ഇൻറ്റു vf സ്ക്വയർ. ഓക്കെ, സംശയമുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഡെറിവേഷൻ ഞാൻ കൊടുത്തിട്ടില്ല, ജസ്റ്റ് ചെയ്തു വരുമ്പോൾ ഇങ്ങനെ കിട്ടും. അതെങ്ങനെയാ കിട്ടുന്നത്? ഈ vf-ന് പകരം എന്ത് കൊടുക്കണം? ഈ ഫോർമുല എടുത്തിട്ട് കൊടുക്കണം. നിങ്ങളൊന്ന് ചെയ്തു നോക്കിയാൽ മതി. നിങ്ങളൊന്ന് ചെയ്തു നോക്കിയത് ഈ vf-ന് പകരം ഇവിടെ m1 v1 പ്ലസ് m2 v2 ബൈ m1 പ്ലസ് m2. അപ്പോൾ അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ ഇതിന്റെ സ്ക്വയർ എടുക്കും. അതെടുത്ത് ഇവിടെ ഒന്ന് ചെയ്തു നോക്കിയേ. ചെയ്തു നോക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. അത് നിങ്ങളുടെ ഒരു ഹോംവർക്ക് പോലെ, നിങ്ങളുടെ ഒരു വർക്കാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ചെയ്ത ഈ സംഗതി തന്നെ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ ഡിറൈവ് ചെയ്ത് കിട്ടും. സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിന്റഡ് നോട്ട് എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് തന്നിട്ടുള്ള നോട്ട് എടുത്ത് നോക്കിയാലും മതി. ഓക്കെ. അപ്പോൾ ഡെൽറ്റ കെ ഈക്വൽ ടു എന്ത് കിട്ടി? ലോസ് ഓഫ് കൈനറ്റിക് എനർജി ഇൻ എ പെർഫെക്റ്റ്ലി ഇനിലാസ്റ്റിക് കൊളിഷൻ ഹാഫ് m1 m2 ബൈ m1 പ്ലസ് m2 ഇൻറ്റു v1i മൈനസ് v2i ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ഇവിടെ രണ്ട് ബോഡി മോഷനിലായിരുന്നു. എന്നാൽ ടാർജറ്റ് ബോഡി റെസ്റ്റിലാണെങ്കിലോ v2i ഈക്വൽ ടു 0. അപ്പൊ ഇതിനെ 0 കൊടുത്താൽ ബാക്കി ആരേ ഉള്ളൂ? v1i ഹോൾ സ്ക്വയർ. അപ്പൊ ഹാഫ് m1 m2 ബൈ m1 പ്ലസ് m2 ഇൻറ്റു v1i ഹോൾ സ്ക്വയർ. ഹാഫ് m1 m2 ബൈ m1 പ്ലസ് m2 ഇൻറ്റു v1i ഹോൾ സ്ക്വയർ കിട്ടിയല്ലോ. അപ്പൊ ഇതാണ് ലോസ് ഓഫ് കൈനറ്റിക് എനർജി ഇൻ കേസ് ഓഫ് എന്ത്? പെർഫെക്റ്റ്ലി ഇനിലാസ്റ്റിക് കൊളിഷൻ. അത് ഡിറൈവ് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഞാൻ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്തു നോക്കണം. സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രിന്റഡ് നോട്ട് നോക്കിയാൽ മതി. പിന്നെ സംശയം ഉണ്ടെങ്കിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. അത് നമുക്ക് ഡിറൈവ് ചെയ്ത് തരാവുന്നതാണ്. ഓക്കെ, ശരി. അപ്പോൾ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇനിലാസ്റ്റിക് കൊളിഷൻ ഇൻ 2 ഡയമെൻഷൻസ്. അപ്പോൾ ഇലാസ്റ്റിക് കൊളിഷൻ ഇൻ 2 ഡയമെൻഷൻസ് എന്നുള്ള അതേ ഫിഗർ തന്നെയാണ് ഇവിടെ ആപ്ലിക്കബിൾ ആകുന്നത്. ഒരു മാറ്റവും ഇല്ല. മനസ്സിലായില്ലേ? അതിന്റെ അതേ ഫിസിക്സ് തന്നെയാണ് ഇവിടെയും ഉള്ളത്. അപ്പൊ നിങ്ങൾ ആ ഫിഗർ ഒന്ന് റെഫർ ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് പറയുന്നേ ഉള്ളൂ. മറ്റതുപോലെ തന്നെയാണ്. അപ്പോൾ രണ്ട് ബോഡികളുണ്ട്, എയും ബിയും. അവരുടെ മാസുകൾ m1 ആൻഡ് m2 ആണ്. അവർ മൂവ് ചെയ്യുന്ന വെലോസിറ്റീസ് v1i ആൻഡ് v2i ആണ്. v1i എന്നത് v2i-നേക്കാൾ കൂടുതലാണ്. അപ്പോൾ അവർ കുറച്ചു നേരം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇനിലാസ്റ്റിക് കൊളിഷൻ സഫർ ചെയ്യും. അവിടെ ഇലാസ്റ്റിക് കൊളിഷൻ ആയിരുന്നു, ഇവിടെ ഇൻഇലാസ്റ്റിക് കൊളിഷൻ ആണ്. അപ്പോൾ കൊളിഷന് ശേഷമുള്ള അവരുടെ വെലോസിറ്റികൾ v1f-ഉം v2f-ഉം ആയിരുന്നു ആണ്. ഓക്കെ, v1f എന്നുള്ളത് എയുടെ വെലോസിറ്റിയും v2f എന്നുള്ളത് ബിയുടെ വെലോസിറ്റിയുമാണ് കൊളിഷന് ശേഷം. മനസ്സിലായില്ലേ? അപ്പൊ ഇനിലാസ്റ്റിക് കൊളിഷൻ ഇൻ 2 ഡയമെൻഷൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒബ്ലിക് കൊളിഷൻ ആണ്, 1 ഡയമെൻഷണൽ അല്ല. 1 ഡയമെൻഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ ഫിഗർ നിങ്ങൾ നോക്കി, അതേ സെയിം ഫിഗർ തന്നെയാണ്. എയും ബിയും ഡിഫ്ലക്ട് ചെയ്യപ്പെടുന്ന ആംഗിൾ θ1 ഉം θ2 ആണ് ഇനിഷ്യൽ ഡയറക്ഷനുമായി. ഫിഗർ ഒന്ന് നോക്കി, അതുപോലെ തന്നെയാണ്. പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ഫിഗർ ഒന്നുകൂടെ ഒന്ന് വരച്ചിട്ടാലും മതി, കുഴപ്പമില്ല. അപ്പൊ ഇത്ര എഴുതിയതിനു ശേഷം നിങ്ങൾ ഫിഗർ വരച്ചിടുക. എന്നിട്ട് എന്ത് ചെയ്യുക? അല്ലെങ്കിൽ നോക്കൂ, ഇത്രയും എഴുതിയതിനു ശേഷം ഫിഗർ വരച്ചാലും മതി. അപ്പൊ നോക്കണം, നമ്മൾ കൺസർവേഷൻ ഓഫ് മൊമെന്റം അപ്ലൈ ചെയ്യുകയാണ്. ഇവിടെ കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താണ്? ഇനിലാസ്റ്റിക് കൊളിഷൻ ആണ്. ഇവിടെ മൊമെന്റം ആണ് കൺസർവ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ മൊമെന്റം നമ്മൾ കൺസർവേഷൻ നോക്കുമ്പോൾ ഇവിടെ ഒബ്ലിക് കൊളിഷൻ ആണ്. രണ്ട് ആക്സിസിൽ അല്ലെങ്കിൽ മൊമെന്റത്തിന് 2 കമ്പോണന്റുകളുണ്ട്. അപ്പോൾ ആ 2 കമ്പോണന്റുകളുടെ കൺസർവേഷൻ നമ്മൾ എന്ത് ചെയ്യണം? നോക്കണം. അപ്പൊ എക്സ് ആക്സിസിലെ കൺസർവേഷൻ നോക്കിയേ, മറ്റേതുപോലെ തന്നെയാണ്. ഇനിഷ്യൽ മൊമെന്റം m1 v1i പ്ലസ് m2 v2i എക്സ് കമ്പോണന്റ് ആണ് കേട്ടോ. ഇനിഷ്യൽ മൊമെന്റം നോക്കി ഇങ്ങനെ വരികയാണ്. അപ്പൊ ഇനിഷ്യൽ മൊമെന്റം എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണത്തിനും എന്ത് തന്നെയാണ്? ഒരു കമ്പോണന്റേ ഉള്ളൂ ഇനിഷ്യൽ മൊമെന്റത്തിന്. ശരിയല്ലേ? ആ ഫിഗർ നോക്കിയാൽ അറിയാം. അത് അവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളതുമാണ്. ഒരു കമ്പോണന്റേ ഉള്ളൂ, എക്സ് കമ്പോണന്റ്. എന്നാൽ പിന്നെ ഫൈനൽ മൊമെന്റത്തിനോ
ഇങ്ങനെയും ഇങ്ങനെയുമാണ് പോകുന്നത്. അപ്പൊ നോക്കൂ, രണ്ട് കമ്പോണന്റുകളുണ്ട് ഫൈനൽ മൊമെന്റത്തിന്. എയുടെ ഫൈനൽ മൊമെന്റത്തിന് രണ്ട് കമ്പോണന്റുകളുണ്ട്, എക്സ് കമ്പോണന്റ്, വൈ കമ്പോണന്റ്. ബിയുടെ ഫൈനൽ മൊമെന്റത്തിന് രണ്ട് കമ്പോണന്റ് ഉണ്ട്, എക്സ് കമ്പോണന്റ്, വൈ കമ്പോണന്റ്. അതിലെ എക്സ് കമ്പോണന്റ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ എന്താണ്, m1v1i പ്ലസ് m2v2i ഈക്വൽ ടു m1v1f cos θ1. എക്സ് കമ്പോണന്റ് നിങ്ങൾക്കറിയാം, എന്താ ഇങ്ങനെയല്ലേ കിടക്കുന്നത്. അപ്പൊ എക്സ് കമ്പോണന്റ് ഇത് θ1ഉം ഇത് θ2ഉമാണ്. ഓക്കെ, അപ്പോ ഈ വെലോസിറ്റിയുടെ എക്സ് കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോ ഈ മൊമെന്റത്തിന്റെ എക്സ് കമ്പോണന്റ് എന്ന് പറഞ്ഞത് ഇതാണ്. അപ്പൊ അത് കോസ് കമ്പോണന്റ് അല്ലേ, m1v1 cos θ1. അതുപോലെ ഇവിടെ ഇതിന്റെ മൊമെന്റം വെക്ടർ ഇങ്ങനെയാണ്. അപ്പൊ അതിന്റെ എക്സ് കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? θ2 ആണ്, കോസ് θ2. സോ m2v2f cos θ2. അവിടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. അപ്പൊ എക്സ് ആക്സിസുമായിട്ടുള്ള കാര്യങ്ങൾ തീർന്നല്ലോ. ഇനി വൈ ആക്സിസുമായി ബന്ധപ്പെട്ട മൊമെന്റം കൺസർവേഷൻ നോക്കാം. വൈ ആക്സിസുമായി ബന്ധപ്പെട്ട് നോക്കൂ, ഇവർ ഇങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്, ശരിയല്ലേ? അപ്പൊ എക്സ് കമ്പോണന്റ് മാത്രമേ ഉള്ളൂ, വൈ കമ്പോണന്റ് ഉണ്ടോ ഇനിഷ്യലി? ഇല്ല. അപ്പൊ അത് 0 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെഴുതാം? പിന്നെ കൊളിഷന് ശേഷമുള്ള പിന്നെ ഈ പിന്നെ എന്താണ് നമ്മുടെ ബോഡിയുടെ വൈ കമ്പോണന്റ് നോക്കി ഇങ്ങനെയാണ്. അത് എത്രയായിരുന്നു? m1v1f sin θ1. കണ്ടോ, തീറ്റയോട് അകന്ന് കിടക്കുന്നതാണ്. മൈനസ്, എങ്ങനെയാ മൈനസ് വന്നത്? രണ്ടാമത്തെ കമ്പോണന്റ് മൊമെന്റം നോക്കൂ ഇങ്ങനെയാണ്, അതിന്റെ വൈ കമ്പോണന്റ് ഇങ്ങനെയാണ്, കണ്ടോ. അപ്പൊ മൈനസ് m2v2f sin θ2. സംശയമുണ്ടോ? ഇതുവരെ ക്ലിയർ ആയല്ലോ. മൈനസ് m2v2f sin θ2. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇവിടെ നമുക്ക് m2v2f ഇങ്ങനെ കൊടുത്തൂടെ? സോ m1v1f sin θ1 ഈക്വൽ ടു ഇത് ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് ആവും m2v2f sin θ2. ഇത് ഇക്വേഷൻ നമ്പർ 2. ഇത് 1, ഇത് 2. അപ്പൊ നമുക്ക് 4 അൺനോൺ പാരാമീറ്റേഴ്സ് നമുക്കുണ്ട്. ഏതൊക്കെയാണ്? v1, v2, അതുപോലെ θ1, θ2. ഇതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അത് രണ്ട് ഇക്വേഷൻസിൽ നിന്ന് 4 അൺനോൺ പാരാമീറ്റേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അത് മാത്തമാറ്റിക്സിലെ ഒരു ഇക്വേഷൻസിലെ ഒരു റൂളാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? θ1ഉം θ2ഉം നമ്മൾ എക്സ്പെരിമെന്റലി കണ്ടുപിടിക്കണം. θ1ഉം θ2 എന്ത് ചെയ്യണം? എക്സ്പെരിമെന്റലി നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ നമുക്ക് എന്താണ്, ഇപ്പൊ 4 അൺനോൺ പാരാമീറ്റേഴ്സ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? v1ഉം v2ഉം. v1f v2f ആണ്, കണ്ടോ. അല്ലെങ്കിൽ v1i v2i v1f v2f. ഇതില് പിന്നെ അൺനോൺ പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്? v1fഉം v2fഉം ആണ്. കാര്യം v1iയും v2iയും നമുക്ക് അറിയാം. മനസ്സിലായില്ലേ? കാര്യം എന്താണ്? വരുന്ന വെലോസിറ്റികൾ നമുക്കറിയാം. മനസ്സിലായില്ലേ? അപ്പോ v1fഉം v2fഉം പിന്നെ θ1ഉം θ2ഉമാണ് നമുക്ക് അറിഞ്ഞുകൂടാത്ത. അത് കൊളിഷന് ശേഷമാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതില് 4 അൺനോൺ പാരാമീറ്റേഴ്സ് ഉണ്ട്. ഏതൊക്കെ? v1f v2f θ1ഉം θ2ഉം. പക്ഷെ നമുക്ക് എത്ര ഇക്വേഷനേ ഉള്ളൂ കുട്ടികളെ? 2 ഇക്വേഷനേ ഉള്ളൂ. അപ്പൊ 4 അൺനോൺ പാരാമീറ്റേഴ്സ് 2 ഇക്വേഷനെയും നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതൊരു മാത്തമാറ്റിക്കൽ ഫാക്ട് ആണ്. അതുകൊണ്ട് നമുക്ക് ഈ അൺനോൺ പാരാമീറ്ററുകളുടെ എണ്ണം കുറയ്ക്കണം. എന്ന് വെച്ചാൽ ഏതെങ്കിലും 2 എണ്ണം നമുക്ക് അറിയണം. അപ്പൊ θ1ഉം θ2ഉം നമുക്ക് എക്സ്പെരിമെന്റലി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും കൊളിഷന് ശേഷം. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് എത്ര പാരാമീറ്റേഴ്സ് ആയി? ഇപ്പോൾ 2 അൺനോൺ പാരാമീറ്റേഴ്സ് ആയി. അപ്പൊ 2 അൺനോൺ പാരാമീറ്റേഴ്സ് 2 ഇക്വേഷനെയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ v1fഉം v2fഉം നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 ഇക്വേഷൻസിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, സംശയമുണ്ടോ? ഇല്ലല്ലോ. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ നോക്കാം. ഇതിന്റെ ഫിഗർ ഞാൻ വരച്ചിട്ടില്ല, സമയം കളയേണ്ട എന്ന് വിചാരിച്ചാണ്. നിങ്ങൾ വരച്ചോളുക. അതായത് ഇതുവരെ എഴുതിയിട്ട് നിങ്ങൾ ആ ഫിഗർ വരച്ചിട്ട് നമ്മൾ മറ്റേ ഫിഗറിൽ പറഞ്ഞ അതേ ഫിസിക്സ് തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ മൊമെന്റ് കൺസർവേഷൻ പറയുന്നു. ഇതിന് ഒബ്ലിക് കൊളിഷൻ ആയതുകൊണ്ട്, അതായത് പ്ലെയിനിലാണ് കൊളിഷൻ നടന്നുകൊണ്ട് 2 കമ്പോണന്റുകൾ സ്പെസിഫൈ ചെയ്യണം. പക്ഷേ 1 ഡയമെൻഷണൽ കൊളിഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അവിടെ മൊമെന്റത്തിന് ഒരു കമ്പോണന്റേ ഉള്ളൂ. അപ്പൊ അതിന് θ1ഉം θ2 ആയിട്ടൊന്നും അതിനെ എന്ത് ചെയ്യേണ്ട, അല്ലെങ്കിൽ കോസ് θ1 കോസ് കമ്പോണന്റ് സൈൻ കമ്പോണന്റ് ആയിട്ടൊന്നും അതിനെ റിസോൾവ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അത് 1 ഡയമെൻഷനലാണ്. ഇവിടെ 2 ഡയമെൻഷൻ ആയതുകൊണ്ട് 2 കമ്പോണന്റ് ഉള്ളത് കൊണ്ട് ഒരു കമ്പോണന്റിലെ കൺസർവേഷൻ നോക്കുന്നു, അടുത്ത കമ്പോണന്റിലെ കൺസർവേഷൻ നോക്കുന്നു. ക്ലിയർ ആയല്ലോ? അപ്പോൾ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? ഇതുവരെ നിങ്ങൾ കൃത്യമായിട്ട് എഴുതുക. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ ഇനിലാസ്റ്റിക് കൊളിഷൻ ഇൻ 2 ഡയമെൻഷൻസ് നോക്കി. ഇനി പെർഫെക്റ്റ്ലി ഇനിലാസ്റ്റിക് കൊളിഷൻ ഇൻ 2 ഡയമെൻഷൻസ് നമുക്കൊന്ന് നോക്കാം. പെർഫെക്റ്റ്ലി ഇനിലാസ്റ്റിക് കൊളിഷന്റെ പ്രത്യേകത എന്താണ്? കൊളിഷന് ശേഷം 2 വസ്തുക്കളും സ്റ്റിക്ക് ചെയ്ത് ഒരുമിച്ചാ പോകുന്നത്. നിങ്ങൾ നോക്കണം, 2 ഡയമെൻഷണൽ കേസിലെ ഇനിലാസ്റ്റിക് കൊളിഷൻ എങ്ങനെയായിരുന്നു? പ്രൊജക്ടൈൽ ഇങ്ങനെ വരുന്നു, ഇടിക്കുന്നു, എന്ത് ചെയ്യുന്നു?
പിന്നെ പ്രൊജക്ടൈൽ പോകുന്നത് ഇങ്ങനെയും നമ്മുടെ ടാർജറ്റ് പോകുന്നത് ഇങ്ങനെയുമായിരുന്നു. അതായത് 2 ആംഗിളുകൾ വേണം. പക്ഷെ ഇവിടെ കണ്ടോ, ഇടിച്ചതിന് ശേഷം ഇവ സ്റ്റിക്ക് ചെയ്തിട്ട് ഒറ്റ ബോഡി ആയിട്ടാണ് പോകുന്നത്. അപ്പൊ അതിന് ഇനിഷ്യൽ ഡയറക്ഷനിൽ നിന്ന് ഒരു ആംഗിൾ മതി സ്പെസിഫൈ ചെയ്യാൻ. കണ്ടോ, പിന്നെ ഇവിടെ മറ്റൊരു ആംഗിളും വേണം ജനറൽ ആയിട്ട്. വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ സ്ട്രൈറ്റ് ലൈൻ ആയിട്ടും പറയാം. ഇത് ജനറൽ കേസിൽ നമ്മൾ പറയുന്നു ഇനിഷ്യൽ ഡയറക്ഷനുമായി തീറ്റ ആംഗിൾ മേക്ക് ചെയ്തുകൊണ്ടാണ് നമ്മുടെ പ്രൊജക്ടൈൽ വന്ന് ടാർജറ്റിനെ ഇടിക്കുന്നത്. ടാർജറ്റ് മൂവ് ചെയ്യുകയായിരിക്കാം. ടാർജറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്നു v2i എന്നുള്ള വെലോസിറ്റിയിൽ. പ്രൊജക്ടൈൽ വരുന്നത് v1i എന്നുള്ള വെലോസിറ്റിയിലാണ്. m1 പിന്നെ v1i എന്നുള്ള വെലോസിറ്റിയിലാണ്. m1 അതിന്റെ മാസാണ്, m2 നമ്മുടെ ടാർജറ്റിന്റെ മാസാണ്. അപ്പൊ പ്രൊജക്ടൈൽ വരുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ഇനിഷ്യൽ ഡയറക്ഷനുമായി തീറ്റ ആംഗിൾ മേക്ക് ചെയ്തുകൊണ്ട് വന്ന് ഇടിക്കുന്നു. രണ്ടുപേരും ഒറ്റ ബോഡിയായി സ്റ്റിക്ക് ചെയ്തിട്ട് ഒരു കോമൺ വെലോസിറ്റി വിയിലാണ് പിന്നെ പോകുന്നത്. ശരിയല്ലേ? ഒറ്റ ബോഡിയാണ്, ഒറ്റ വെലോസിറ്റി, കോമൺ വെലോസിറ്റി. ആ കോമൺ വെലോസിറ്റിയോടുകൂടി ഇവ പോകുന്നതെന്ന് പറഞ്ഞാൽ ആ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റിയിൽ നിന്ന് ഫൈ ആംഗിൾ മേക്ക് ചെയ്താണ് പോകുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി വായിക്കുകയാണ്. Consider two bodies A and B of masses m1 and m2 moving with velocities v1i and v2i respectively as shown in the figure. കണ്ടോ, after the collision the two bodies stick together and move in such a direction as to conserve momentum. കാര്യം പെർഫെക്റ്റ്ലി ഇനിലാസ്റ്റിക് കൊളിഷൻ ആണെങ്കിലും മൊമെന്റം കൺസർവ് ചെയ്യപ്പെടും. ഇനിലാസ്റ്റിക് കൊളിഷൻ ആണെങ്കിലും ഇലാസ്റ്റിക് ആയാലും മൊമെന്റം കൺസർവ് ചെയ്യപ്പെടും. ഇലാസ്റ്റിക്കിൽ കൈനറ്റിക് എനർജി കൂടി കൺസർവ് ചെയ്യപ്പെടും. പക്ഷേ ഇനിലാസ്റ്റിക്കില് കൈനറ്റിക് എനർജി കൺസർവ് ചെയ്യപ്പെടില്ല. ഓക്കെ, അപ്പൊ നോക്കണം, നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ഈ എക്സ് ആക്സിസിൽ അപ്ലൈ ചെയ്യുകയാണ്. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ജനറൽ ഡയറക്ഷനിലാണ് വരുന്നത്. അപ്പോൾ 2 കമ്പോണന്റുകളുണ്ട് മൊമെന്റത്തിന്. മനസ്സിലായില്ലേ? ഏതൊക്കെയാണ്? ഫസ്റ്റ് കേസിൽ ഇത് നോക്കാം നമുക്ക്. പിന്നെ ഇനിഷ്യൽ മൊമെന്റം നോക്കാം. ഇനിഷ്യൽ പിന്നെ നമ്മുടെ 2 ബോഡികൾ ചേരുന്ന ഈ സിസ്റ്റത്തിന്റെ പിന്നെ കൊളിഷന് മുമ്പുള്ള മൊമെന്റവും കൊളിഷന് ശേഷമുള്ള മൊമെന്റവും നോക്കുകയാണ്. അതിൽ എക്സ് കമ്പോണന്റ് ആണ് ആദ്യം നോക്കുന്നത്. അപ്പൊ m1 v1i അതിന്റെ എക്സ് കമ്പോണന്റ് ഇനിഷ്യൽ മൊമെന്റം ആണ്. എയുടെ ഇനിഷ്യൽ മൊമെന്റത്തിന്റെ എക്സ് കമ്പോണന്റ് m1 v1i കോസ് തീറ്റ. ശരിയല്ലേ? കണ്ടോ, അതിന്റെ എക്സ് കമ്പോണന്റ് ആണ്. ഇനി m2 v2i അതിന് എക്സ് കമ്പോണന്റ് മാത്രമല്ലേ ഉള്ളൂ, ഒരു കമ്പോണന്റ്. സോ m2 v2i അത് അതിന്റെ എക്സ് കമ്പോണന്റ് ആണ്. അപ്പോൾ എക്സ് കമ്പോണന്റ് ആണ് നമ്മൾ നോക്കുന്നത്. കൊളിഷന് മുമ്പുള്ള കാര്യങ്ങൾ ആയി കഴിഞ്ഞു. ദാറ്റ് ഈസ് ഈക്വൽ ടു കൊളിഷന് ശേഷം നോക്കിക്കേ, ഈ 2 ബോഡികൾ ഒരുമിച്ചാണ് പോകുന്നത്, ഒരുമിച്ച് സ്റ്റിക്ക് ചെയ്തുകൊണ്ട് പോകുന്നു. m1 m2i. സോ ടോട്ടൽ മാസ് കൊളിഷന് ശേഷം m1 പ്ലസ് m2 ആണ്. വെലോസിറ്റി v ആണ്. കണ്ടോ, m1 പ്ലസ് m2 ഇൻറ്റു v. അതിന്റെ എക്സ് കമ്പോണന്റ് അത് എത്രയാണ്? ഈ മൊമെന്റത്തിന്റെ എക്സ് കമ്പോണന്റ് എന്ന് വെച്ചാൽ കോസ് ഫൈ. ശരിയല്ലേ? കോസ് ഫൈ. അപ്പൊ എക്സ് കമ്പോണന്റിൽ മൊമെന്റം കൺസർവ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇതാണ് ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളിഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളിഷൻ, അതിന്റെ എക്സ് കമ്പോണന്റ്. ഇനി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം നമ്മൾ വൈ ആക്സിസിൽ അപ്ലൈ ചെയ്യുകയാണ്. അപ്പൊ നോക്കിക്കേ, ഇതാണ് m1 എന്നുള്ള മാസിന്റെ ഇനിഷ്യൽ മൊമെന്റം m1 v1i. നോക്കൂ, ഇതിന് 2 കമ്പോണന്റ് ആക്കി റിസോൾവ് ചെയ്തുകൂടേതാ, ഇങ്ങനെയും ഇങ്ങനെയും. അതിലെ എക്സ് കമ്പോണന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, m1 v1i കോസ് തീറ്റ. അപ്പൊ y കമ്പോണന്റോ m1 v1i സൈൻ തീറ്റ. ഓക്കെ, m1 v1i സൈൻ തീറ്റ. ഇനി അപ്പോ ഫസ്റ്റ് മാസിന്റെ ആയി, പ്രൊജക്ടൈലിന്റെ ആയി. ഇനി ടാർജറ്റിന്റെ നോക്കൂ, പ്ലസ് ടാർജറ്റിന്റെ y കമ്പോണന്റിലെ മൊമെന്റം. ടാർജറ്റിന് y കമ്പോണന്റിൽ ഇനിഷ്യൽ മൊമെന്റം ഉണ്ടോ? ഇല്ല. എക്സ് കമ്പോണന്റിൽ മാത്രമല്ലേ ഉള്ളൂ. എക്സ് കമ്പോണന്റേ ഉള്ളൂ, y കമ്പോണന്റില്ല, 0 ആണ്. സോ പ്ലസ് 0 അതവിടെ കൊടുക്കുന്നില്ല. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു കൊളിഷന് ശേഷമുള്ള മൊമെന്റത്തിന്റെ y കമ്പോണന്റ്. കൊളിഷന് ശേഷമുള്ള മൊമെന്റം ഏതാണ്? m1 പ്ലസ് m2 ഇൻറ്റു v ആണ്. അതിന്റെ എക്സ് കമ്പോണന്റ് നോക്കി, കോസ് ഫൈ. അപ്പൊ സൈൻ പിന്നെ y കമ്പോണന്റോ സൈൻ ഫൈ. പോസിറ്റീവ് എടുക്കുകയാണ്, നമ്മൾ മാഗ്നിറ്റ്യൂഡ് എടുക്കുകയാണ്, സൈൻ ഫൈ. സോ m1 പ്ലസ് m2 ഇൻറ്റു v സൈൻ ഫൈ. സംശയമുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ നോക്കണം, ഇതില് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനുള്ള പാരാമീറ്ററുകൾ ഏതൊക്കെയാണ്? v1i നമുക്ക് അറിയാം, v2i നമുക്ക് അറിയാം. കാര്യം അതൊക്കെ നമുക്ക് അറിവുള്ളതാണ്. ഏത് വെലോസിറ്റിയിലാണ് ഇവർ വരുന്നതെന്ന് നമുക്ക് അറിവുള്ളതാണ്. ഓക്കെ, നമുക്ക് അറിഞ്ഞുകൂടാത്ത പാരാമീറ്ററുകൾ ഏതൊക്കെയാണ്? പിന്നെ v, അതായത് ഈ കോമൺ വെലോസിറ്റി, അതുപോലെ തീറ്റ, ഈ ആംഗിൾ തീറ്റ,
അതുപോലെ ഫൈ. ഇത് 3 പാരാമീറ്ററുകളാണ് നമുക്ക് മൊത്തത്തിലുള്ളത്. എത്ര ഇക്വേഷനേ ഉള്ളൂ? 2 ഇക്വേഷനിലേ നമുക്ക് ഉള്ളൂ. ഓക്കെ, അപ്പോ കൊളിഷന് ശേഷം നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് ഈ കൊളിഷന് ശേഷം വരുന്നതാണ്. ഇപ്പൊ ഫൈ ഏതാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, അത് കൊളിഷന് ശേഷമാണ് അത് തീരുമാനിക്കപ്പെടുന്നത്. അതുപോലെ വി കോമൺ വെലോസിറ്റി, അതും കൊളിഷന് ശേഷമാണ് തീരുമാനിക്കപ്പെടുന്നത്. അപ്പൊ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്ന, എക്സ്പെരിമെന്റലായി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്ന ആരൊക്കെ ഉള്ളൂ? ഈ V1ഉം V2ഉം നമുക്ക് അറിയാം, അവർ ഏത് വെലോസിറ്റിയിലാണ് പോകുന്നതെന്ന് അറിയാം. തീറ്റ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും എക്സ്പെരിമെന്റലി, ശരിയല്ലേ? തീറ്റ. അപ്പൊ നോക്കിക്കേ, തീറ്റ ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 2 അൺനോൺ പാരാമീറ്ററേ ഉള്ളൂ. ഏതൊക്കെയാണ്? വി എന്നുള്ള കോമൺ വെലോസിറ്റിയും പിന്നെ ഫൈയും. 2 ഇക്വേഷനുകളാണ്. ഇപ്പൊ 2 ഇക്വേഷനുകൾ, 2 അൺനോൺ പാരാമീറ്റേഴ്സ് സോൾവ് ചെയ്യാൻ പറ്റും. എന്നാൽ 2 ഇക്വേഷനുകളും 3 അൺനോൺ പാരാമീറ്റർ ആണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. അത് മാത്തമാറ്റിക്സിന്റെ ഒരു റൂളാണ്. ഇക്വേഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ, ഇക്വേഷൻസ് എന്നുള്ള ചാപ്റ്റർ ഒക്കെ ഉണ്ടല്ലോ, ലീനിയർ ഇക്വേഷൻസ്, അപ്പൊ അതൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ നമുക്ക് 2 അൺനോൺ പാരാമീറ്ററേ ഉള്ളൂ. ഏതൊക്കെയാണ്? വിയും ഫൈയും. തീറ്റ നമ്മൾ എക്സ്പെരിമെന്റലി ഡിറ്റർമിൻ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അപ്പൊ 2 അൺനോൺസ്, 2 ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റും. ദ വാല്യൂസ് ഓഫ് വി ആൻഡ് ഫൈ ആർ ഡിറ്റർമിൻഡ് ഫ്രം ഇക്വേഷൻസ് 1 and 2, 1ൽ നിന്ന് 2ൽ നിന്ന്. അപ്പോ നമ്മള് ഈ ചാപ്റ്ററിന്റെ എന്താണ് തിയറി പാർട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. കൊളിഷൻസ് എന്നുള്ള ഈ ചാപ്റ്റർ പിന്നെ പോർഷനും കൂടി ഇവിടെ തീരുകയാണ്. അപ്പൊ നമ്മുടെ വർക്ക് എനർജി പവർ എന്നുള്ള ഈ ചാപ്റ്റർ, അതിന്റെ തിയറി പാർട്ട് ഇവിടെ തീരുകയാണ്. ഇനി നമുക്ക് കൊളിഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ചെയ്യുമ്പോൾ ഈ ചാപ്റ്റർ പൂർണ്ണമായി തീരും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കൊളിഷൻസ് വളരെ ഹെവി ആയ ഒരു ടോപ്പിക്കാണ്. അത് നിങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കണം, നിങ്ങൾക്ക് ഉപയോഗമേ ചെയ്യുകയുള്ളൂ. അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. എൻട്രൻസ് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ കുറച്ച് എക്സ്ട്രാ പോയിന്റ്സും കൂടി ചേർത്തിട്ട് ആ ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചെയ്തിട്ടുണ്ട്. ഈ ചാപ്റ്റർ തീരുമ്പോൾ ചിലപ്പോൾ എന്താണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന്റെ ഒരു സെക്ഷനും കൂടി ഉണ്ട്. അത് എൻട്രൻസ് ഓറിയന്റഡ് ആണ്, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായി പിന്നെ ഇതുവരെയുള്ള കാര്യങ്ങൾ നോട്ട് വളരെ വളരെ കൃത്യമായി എഴുതുക, അത് വളരെ കൃത്യമായി പഠിക്കുക, പിന്നെ അത് റിവൈസ് ചെയ്യുക. ഓക്കെ, സംശയമുള്ളത് അപ്പോൾ ചോദിക്കുക, ക്ലിയർ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, അടുത്ത ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാവുന്ന. അപ്പൊ ഇനി നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ കൊളിഷനുമായി ബന്ധപ്പെട്ട കുറെ ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്, അതും കൂടി ചെയ്തിട്ട് നമ്മൾ ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ കൃത്യമായി പഠിക്കുക, ഇതുവരെയുള്ള കാര്യങ്ങൾ കൃത്യമായി എഴുതിയെടുക്കുക. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, നമുക്ക് കൊളിഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ ബോഡി എ ഓഫ് മാസ് 2 kilogram മൂവിംഗ് വിത്ത് എ വെലോസിറ്റി 25 meter per second in the east direction collides elastically with another body B of mass 3 kilogram moving with a velocity of 15 meter per second westwards. Calculate the velocity of each ball after the collision. അപ്പോ നോക്കൂ, നമുക്ക് ആദ്യത്തെ ബോഡി എ, അതിന്റെ മാസ് 2 kilogram ആണ്. അത് ഈസ്റ്റ് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത്. കണ്ടോ, ഇതാണ് നിങ്ങൾക്ക് അറിയാമല്ലോ ഡയറക്ഷൻ: ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. മുകളിൽ നോർത്ത്, താഴെ സൗത്ത് ആണ്. അപ്പൊ ഇത് എ എന്നുള്ള ഈ ബോഡി മറ്റൊരു ബോഡിയുമായി കൊളൈഡ് ചെയ്യുന്നു, ബി എന്നുള്ള ബോഡിയുമായി കൊളൈഡ് ചെയ്യുന്നു. ആ ബി എന്നുള്ള ബോഡിയുടെ മാസ് എത്രയാണ്? 3 kilogram. അത് വെസ്റ്റ് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത്, ഇങ്ങോട്ട്. മനസ്സിലായില്ലേ? 15 meter per second ആണ് വെസ്റ്റ് ഡയറക്ഷൻ. എ മൂവ് ചെയ്യുമ്പോൾ 25 meter per second ആണ് ഈസ്റ്റ് ഡയറക്ഷനിലേക്ക്. അപ്പൊ കുറച്ച് സമയം കഴിയുമ്പോൾ എയുടെ വെലോസിറ്റി അല്ലേ കൂടുതൽ, അപ്പൊ കൊളൈഡ് ചെയ്യും, ഇവർ രണ്ടുപേരും കൊളൈഡ് ചെയ്യും, ഉറപ്പായിട്ട് കൊളൈഡ് ചെയ്യും. അപ്പോ കൊളിഷന് ശേഷമുള്ള ഇവരുടെ വെലോസിറ്റികളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷൻ നമുക്കറിയാമല്ലോ, ഇലാസ്റ്റിക് കൊളിഷൻ ആണ്. കണ്ടോ, പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇലാസ്റ്റിക് കൊളിഷൻ ആണെന്ന്. അപ്പൊ നമുക്ക് ഓരോ ബോളിന്റെയും വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. അതിനു മുൻപ് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ഫോർമുല നിങ്ങൾക്കറിയാം. ഏതാണ്? ഇതല്ലേ നമ്മുടെ ഫോർമുല. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് V1F-ഉം V2F-ഉം ആണ്. ഇപ്പൊ ഫസ്റ്റ് ബോഡി എ ആണെന്ന് വിചാരിക്കുക, സെക്കൻഡ് ബോഡി ബി ആണെന്ന് വിചാരിച്ചാൽ കൊളിഷന് ശേഷമുള്ള അവരുടെ വെലോസിറ്റികൾ V1F-ഉം V2F-ഉം ആണ്. അതിന്റെ ഫോർമുല നമുക്ക് അറിയുകയും ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യമേ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ വെലോസിറ്റികളുടെ ഡയറക്ഷൻ ഒന്ന് പരിശോധിച്ചിട്ട് എവിടെയൊക്കെയാണ് പോസിറ്റീവ്, എവിടെയൊക്കെയാണ് നെഗറ്റീവ് എന്ന് ആദ്യമേ അടയാളപ്പെടുത്തി വെക്കുക. എന്ന് വെച്ചാൽ ഇപ്പൊ നോക്കണം, ഈ ഡയറക്ഷൻ പോസിറ്റീവ് ആണെങ്കിൽ ഈ ഡയറക്ഷൻ നെഗറ്റീവ് ആണ്. അപ്പൊ എ മൂവ് ചെയ്യുന്നത് ഇങ്ങോട്ടാണ്. അപ്പൊ അതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി +25 meter per second ആണ്. ഇനി ബിയുടെ ഇനിഷ്യൽ വെലോസിറ്റിയോ അത് 15 ആണ്, പക്ഷേ മൂവ് ചെയ്യുന്നത് ഇങ്ങോട്ടാണ്. നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ഇക്വേഷനുകളിലെല്ലാം നമ്മൾ അസ്യൂം ചെയ്ത് എന്താണ്, എ ഇങ്ങനെ, ബി ഇങ്ങനെ.
എല്ലാം പോസിറ്റീവ് ആയിരുന്നു. പക്ഷേ അപ്പൊ നിങ്ങൾ മനസ്സിലായല്ലോ, എല്ലാം പോസിറ്റീവ് ആണ് എന്നുള്ള അസംഷനിലാണ് നമ്മൾ ഇതുപോലെയുള്ള ജനറൽ ഇക്വേഷനുകൾ എല്ലാം ഡിറൈവ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇവിടെ കണ്ടോ ക്വസ്റ്റ്യൻ ബി ഇങ്ങോട്ടാണ്. അപ്പൊ അതിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ആണ്. അപ്പൊ നമ്മുടെ V2 ആയി വരുന്ന സ്ഥലത്തെല്ലാം നിങ്ങൾ കൊടുക്കേണ്ടത് വെറും 15 എന്ന് കൊടുത്താൽ പോരാ, ഡയറക്ഷനും കൂടി ചേർത്തിട്ടുള്ള -15 വേണം കൊടുക്കാൻ. -15 മീറ്റർ പെർ സെക്കൻഡ് വേണം കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ. ഫസ്റ്റ് ബോഡി എയുടെ കേസാണ് നമ്മൾ നോക്കുന്നത്. എ അതിന്റെ മാസ് m1 = 2 കിലോഗ്രാം, അതിന്റെ വെലോസിറ്റി v1i = 25 മീറ്റർ പെർ സെക്കൻഡ്. ഇനി m2 നോക്കി, ബിയുടെ കേസ്, അതിന്റെ മാസ് 3 കിലോഗ്രാം, അതിന്റെ വെലോസിറ്റി -15. എന്തുകൊണ്ടാണ്? എ ഈസ്റ്റിലാണെങ്കിൽ ബി വെസ്റ്റിലേക്കാണ് പോകുന്നത്, അതുകൊണ്ടാണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് v1f ഉം v2f ഉം ആണ്. അതായത് കൊളിഷന് ശേഷമുള്ള എയുടെ വെലോസിറ്റിയും കൊളിഷന് ശേഷമുള്ള ബിയുടെ വെലോസിറ്റിയുമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ v1f അതിന്റെ ഫോർമുല എന്താണ്? v1f ന്റെ ഫോർമുല മറന്നുപോയോ നിങ്ങൾ? v1f ന്റെ ഫോർമുല എന്താണ്? m1 - m2 by m1 plus m2 into v1i plus 2m2 by m1 plus m2 into v2i. ഇതില് v1i 25, v2i -15, m1 m2 കറക്റ്റ് ആയിട്ടുള്ള മാസുകൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് -23 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. എന്ന് വെച്ചാൽ എ നോക്ക്, ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന എ കൊളിഷന് ശേഷം ഇങ്ങനെ മൂവ് ചെയ്യും തിരിച്ച്. മനസ്സിലായില്ലേ? v2f ന്റെ ഫോർമുല എന്താണ്? m2 - m1 by m1 plus m2 into v2i plus 2m1 by m1 plus m2 into v1i. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്തു നോക്കിയാൽ മതി. ഞാൻ ചെയ്ത് സ്റ്റെപ്പ് കൊടുത്തിട്ടില്ല, നിങ്ങൾ ചെയ്തു പോകുമ്പോൾ കിട്ടിക്കോളും. 17 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ക്ലിയർ ആയോ? 17 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വെച്ചാൽ കൊളിഷന് ശേഷം ബി എന്ത് ചെയ്യും? ബി ഈ ഡയറക്ഷനാണ് വന്നുകൊണ്ടിരുന്നതെങ്കിൽ അത് തിരിയും, ഡയറക്ഷൻ പോസിറ്റീവ് ഡയറക്ഷൻ ആവും v2f. അപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ആ തിയറി പാർട്ടുകൾ ഒന്നുകൂടി കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് ഇത് 2 തവണ എഴുതി പഠിച്ചതിന് ശേഷം നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതുക. ഓക്കെ, ബാക്കി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.